ലൈക്ക് 3 to 4 years, അത് കറക്റ്റ് ആണ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തിരിഞ്ഞു പോയി. ഓക്കെ, ഓർഡർ വരുന്ന സമയത്ത് ഇവിടെ PA വരണം, പിന്നെ PO വരണം, കോളേജ് വരണം. അപ്പം ഇത് രണ്ടും എന്താണ്? തെറ്റാണ്. സോ ദ ആൻസർ ഇസ് ലൈക്ക് 2 pair. 2 pairs ആർ കറക്റ്റ്. ഇനി അതല്ലാതെ ലൈക്ക് 1 2 3 ആണെന്നുണ്ടെങ്കിൽ 3 and 4 ഇസ് കറക്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണെന്നല്ല ചോദിച്ചത്, എത്ര പേഴ്സ് കറക്റ്റ് ആണെന്നാണ് ചോദിച്ചത്. സോ ദ ആൻസർ ഇസ് 2. 2 പേഴ്സ് ആണ് കറക്റ്റ്, അതായത് 3 4. ഇനി ഇതല്ലാതെ ചിലപ്പോൾ UPSC നിങ്ങൾക്ക് തരുന്ന ഓപ്ഷൻ ലൈക്ക് 1 2 3 കറക്റ്റ്, ഓക്കെ, 2 3 കറക്റ്റ്, 3 4 കറക്റ്റ്, ഓൾ ഓഫ് ദി അബോവ് ആർ കറക്റ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 and 4 ഇസ് കറക്റ്റ്. ഓക്കെ, ബേസ്ഡ് അപ്പോൺ ദി ഗിവൺ ഓപ്ഷൻ യു ഹാവ് ടു ചൂസ് ദ റൈറ്റ് ആൻസർ. അപ്പം ഈ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ലാൻഡിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേസ്ഡ് അപ്പോൺ ദ ഫെർട്ടിലിറ്റി, സോ ദാറ്റ് ദേ ക്യാൻ ക്യാപ്, ഓക്കെ, ക്യാപ് ദ റവന്യൂ കളക്ഷൻ. റവന്യൂ കളക്ഷൻ ക്യാപ് ചെയ്തിട്ട് ടോപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസം ആയിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പം ഇത് പ്രോപ്പറായിട്ട് അക്ബറിന്റെ കാലഘട്ടത്തിൽ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അക്ബറിന്റെ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് സാത്തിന് ഇക്വലന്റ് ആയിട്ട് തന്നെ സേവർ വന്നു, അതിന് ഇക്വലന്റ് ആയിട്ട് തന്നെ റവന്യൂ കളക്ഷനും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സാത്തിന് ഇക്വലന്റ് ആയിട്ട് തന്നെ സേവർ വന്നു, അതിന് ഇക്വലന്റ് ആയിട്ട് തന്നെ റവന്യൂ കളക്ഷനും വന്നു. കാരണം അക്ബറിന്റെ കാലഘട്ടത്തിൽ ഹി ഹാഡ് എ വെരി ടോളറന്റ് പോളിസി. ഇപ്പം ഡെഫിനറ്റ്ലി ദേ ആർ ലൈക്ക് റൂളേഴ്സ് ആണ്, കിങ്സ് ആണ്, രാജാക്കന്മാരാണ്, അടുത്തുള്ള പ്രദേശങ്ങൾ ആക്രമിക്കും, കീഴടക്കും, പിടിച്ചെടുക്കും. അപ്പം ഈ അക്ബറും ഇതേപോലെ നിയർ ബൈ പ്രദേശങ്ങൾ, അക്ബർ ആയാലും ഹുമയൂൺ ആയാലും ഷാജഹാൻ ആയാലും ഒക്കെ അവര് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. തങ്ങൾക്കൊരു ഭീഷണിയാവും എന്ന് കരുതിയിട്ടുണ്ടായിരുന്ന പ്രദേശങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പിടിച്ചെടുത്ത പ്രദേശങ്ങളിലെ ഒരു ടോളറന്റ് സമീപനമാണ് സ്വീകരിച്ചത്, ഒരു ഹ്യൂമിലിയേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും ബ്രിട്ടീഷേഴ്സ് ഇന്ത്യക്കാരോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷേഴ്സിനെക്കാട്ടി കൂടുതൽ മെയിൻ ആയിട്ട് പോർച്ചുഗീസുകാരാണ്. അപ്പൊ അവർ കുഞ്ഞാലി മരക്കാരോടൊക്കെ ചെയ്തത്, കുഞ്ഞാലി മരക്കാർ എന്ത് ചെയ്തു? പിടിച്ചു കെട്ടിയിട്ട് അവസാനം അങ്ങേരുടെ തല ഉപ്പിലിട്ടിട്ട് പ്രദർശിപ്പിക്കുകയും കൊമ്പിൽ കോർത്ത് കൊണ്ടു നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരാളെ പരാജയപ്പെടുത്തിയിട്ട് അയാളോട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ മുഗളന്മാർ സ്വീകരിച്ച നടപടി എന്ന് പറയുന്നത് ഇറ്റ് വാസ് ലൈക്ക് കമൻഡബിൾ. പരാജയപ്പെടുത്തി, പക്ഷേ അവർക്ക് ഓപ്ഷൻസ് കൊടുത്തു, രാജ്യങ്ങൾ തിരിച്ചു തരാം, ഞങ്ങളുടെ ആധിപത്യം അംഗീകരിച്ചാൽ മതി എന്നുള്ള രൂപത്തിലേക്ക് രാജ്യം അവരുടെ ആ ഒരു അഭിമാന ബോധത്തിനെ വ്രണപ്പെടുത്തിയിട്ടില്ല. എസ്പെഷ്യലി രാജപുത്സിന്റെ കേസിൽ അഭിമാനം എന്ന് പറയുന്നത് അവർക്ക് ഇറ്റ് വാസ് വെരി വെരി സിഗ്നിഫിക്കൻറ്റ്. അപ്പം അവരുടെ അഭിമാനത്തിനെ വ്രണപ്പെടുത്താത്തത് കൊണ്ട് തന്നെ പിന്നീട് അവർ ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ വാക്കിന് വില കൊടുക്കുന്നവരാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ എന്നുള്ളത് മുഗൾസിന് അറിയാം. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ പ്രത്യേകിച്ച് ഒരു പ്രകോപനമില്ലാത്ത അത്രയും കാലം ആ വാക്ക് രണ്ട് പാർട്ടികളും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന പല രജപുത്ത് ആൾക്കാരുടെയും രാജാക്കന്മാരും തങ്ങളുടെ മക്കളെ മുഗൾ രാജാക്കന്മാർക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ദർ വർ ലൈക്ക് ദ മാരേജ് അലയൻസ്. അത്രത്തോളം ഒരു സ്ട്രോങ് റിലേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു അക്ബറിന്റെയും അദ്ദേഹത്തിന്റെ തുടർന്ന് വരുന്ന ജഹാംഗീറിന്റെയും ഷാജഹാന്റെയും ഒക്കെ ഒരു പോളിസി എന്ന് പറയുന്നത്. പക്ഷേ ആണ്. ഓക്കെ, സോ ലൈക്ക് അതായത് റിലീജിയൻ കൊണ്ടുപോയിട്ട് ഇതിലേക്ക് വെക്കരുത്. രണ്ടും രണ്ട് കാര്യമാണ്. മതമൊക്കെ അവിടെ നിൽക്കട്ടെ, ബട്ട് അധികാരം മുഖ്യം. ഇതാണ് മെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അധികാരത്തിന് വേണ്ടിയിട്ട് ആണ് അന്നുണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങൾ. സോ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദ പവർ മാറ്റേഴ്സ്. ഓക്കെ, ദ പവർ മാറ്റേഴ്സ് ഫോർ ദ പവർ. അതായത് ഇപ്പം UPSC തന്നെ പല തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പവർ കറപ്റ്റ്സ് പീപ്പിൾ. ഇത് പല രൂപത്തിൽ കറപ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, സോ ലൈക്ക് ഫോർ ദ പവർ വി വിൽ ഡു എനിത്തിങ് എന്നുള്ള രൂപത്തിലേക്ക്. ഇനി അതേപോലെ തന്നെ ലൈക്ക് ടു ടെസ്റ്റ് ദ അൾട്ടിമേറ്റ് ക്യാരക്ടർ ഓഫ് എ പേഴ്സൺ ഗിവ് ഹിം പവർ. ഒരാളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പവർ കൊടുത്താൽ മതി. വിത്ത് ദാറ്റ് പവർ വാട്ട് ഹി ഡസ്. അതുപോലെ തന്നെ പിന്നെ ചോദിച്ചിട്ടുള്ള ലൈക്ക് ഇപ്പം സ്പൈഡർമാൻ സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. സോ പവർ ഇസ് ആക്ച്വലി ലൈക്ക് എ റെസ്പോൺസിബിലിറ്റി, ബട്ട് മെനി പീപ്പിൾ യൂസസ് ഇറ്റ് ടു കൺട്രോൾ ദി അതേഴ്സ് ആൻഡ് ഫോർ ദി അതർ പർപ്പസ്. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ല. സോ ഇവിടേക്ക് വരുന്ന സമയത്ത് എനിവേ ഈ പറയുന്ന പോലെ അക്ബർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഹി ഹാഡ് എ വെരി ടോളറൻറ്റ് സമീപനം. ഓക്കെ, ലൈക്ക് ആൻ അപ്രോച്ച്, ഒരു ടോളറന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? വളരെ പീസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷെ ഇത് കുറെ കൂടെ കഴിഞ്ഞ് ഔറംഗസേബിന്റെ കാലഘട്ടം ആയതോട് കൂടിയിട്ട് ഔറംഗസേബിന് ഷാജഹാനെ കണ്ണെടുത്താൽ കണ്ടുകൂടാം.
സോ ബേസിക്കലി നോക്കുന്ന സമയത്ത് ഷാജഹാന്റെ പോളിസികൾ എന്താണോ അതിന് നേരെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രകൃതമാണ് ഔറംഗസേബ്. ആദ്യം ഷാജഹാന്റെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പോളിസികൾ അതേപോലെ ഫോളോ ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി കോൺക്വസ്റ്റ് ചെയ്ത് യുദ്ധം ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാജഹാന് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് കൊടുത്തത് ഔറംഗസേബാണ്. ഷാജഹാന്റെ അടുത്ത് നിന്ന് ഏറ്റവും വിട്ടു നിന്ന് ഇദ്ദേഹത്തിന്റെ ബൗണ്ടറികളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് പലപ്പോഴും ഔറംഗസേബാണ്. എന്നിട്ട് ഷാജഹാനും അദ്ദേഹത്തിന്റെ മൂത്ത മകനും കൂടെ കൊട്ടാരത്തിൽ സുഖിച്ച് ജീവിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞതോട് കൂടിയിട്ട് നമുക്ക് ചില ആൾക്കാരോടുള്ള ഒരു ദേഷ്യം വരുന്ന സമയത്ത് എക്സാക്ട്ലി അയാൾ ചെയ്തതിന് ഓപ്പോസിറ്റ് നമ്മളും ചെയ്യാൻ നിൽക്കും. ഓക്കെ, അയാൾ ചെയ്തത് എന്താണോ അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് ചെയ്യാൻ നിൽക്കും. അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇയാൾ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നേരെ എഗെയിൻസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്യും. അത് ലൈക്ക് ഈവൻ നമ്മുടെ ഉള്ളിലൊക്കെ ആ ഒരു ക്യാരക്ടർ ഉണ്ട്. ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ നിൽക്കുമായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പം എന്റെ ഒരു പെങ്ങളൊക്കെ ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവൾ മുറ്റടിക്കാൻ പോകുന്ന സമയത്ത് ആ നന്നായിട്ട് അടിച്ചു വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ചൂട് അവിടെ ഇട്ട് തിരിച്ച് കയറി വരും. എനിവേ നല്ല കാര്യം ചെയ്യാൻ പോവായിരിക്കും, ബട്ട് അതിന്റെ നേരെ റിവേഴ്സ് കാര്യം ചെയ്തിട്ട് തിരിച്ചു പോരും. അപ്പം ഇതേ ആക്ടിവിറ്റിയാണ് ഇവിടെ നടക്കുന്നത്. അവിടെ പോയിട്ട് ലൈക്ക് ഈ ഒരാളോടുള്ള ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള വെഞ്ചൻസ് അതെന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ എൻറ്റയർ പോളിസികളെ തിരിച്ച് എടുക്കുന്ന രൂപത്തിലേക്ക് ഔറംഗസേബിനെ മാറ്റി. ആൻഡ് ഹി അറ്റാക്ഡ്, ഹി ഹാഡ് എ കൺഫ്രണ്ടേഷൻ വിത്ത് രജപുത്ത്. കാരണം ഈ രജപുത്തിലുള്ള പല ആൾക്കാരും ഷാജഹാൻ മാരീഡ് ആണ്. അപ്പം ഈ രജപുത്തിലുള്ള പല ആൾക്കാരുമായിട്ട് നല്ല ബന്ധം ഷാജഹാൻ ഉണ്ടായിരുന്നു. അത് ഔറംഗസേബിന് പറ്റിയില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, ആക്രമിച്ചു. അങ്ങനെ ആക്രമിച്ചിട്ട് എന്ത് ചെയ്തു, ഹി ഹാഡ് എ ലൈക്ക് വെരി സ്ട്രഗിൾഡ് റിലേഷൻ വിത്ത് ടെസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു, ഹി ഹാഡ് ടു എക്സ്പാൻഡ് ദ ആർമി. ഓക്കെ, ഔറംഗസേബിന് ആർമി എക്സ്പാൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ ആർമി എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു ഇൻക്രീസ് ദ സാത്ത്. ഓക്കെ, സാത്ത് ആൻഡ് സേവർ ഇൻക്രീസ് ചെയ്യണം. ഇത് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിലിറ്ററി പവർ ഇൻക്രീസ് ചെയ്യണം. അതായത് ഓരോരുത്തർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന മിലിറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പൊ സാത്ത് കപ്പാസിറ്റി 100 ആയിരുന്നു. അപ്പം അക്ബറിന്റെ കാലഘട്ടത്തിൽ സാത്ത് 100 ആള്, അയാളുടെ സാലറി എന്ന് പറയുന്നത് 100 രൂപ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാണ്, ലൈക്ക് 100 രൂപ. അയാൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട പടയാളികളുടെ എണ്ണം 100. പക്ഷേ ഔറംഗസേബിന്റെ കേസ് ആയ സമയത്ത് സാത്ത് എന്ന് പറയുന്നത് 100, അയാൾക്ക് കൊടുക്കുന്ന ലൈക്ക് സാലറി എന്ന് പറയുന്നതും 100. ഓക്കെ, ലൈക്ക് but he has to maintain like say for example 500 plus army. അപ്പോൾ ആർമിയുടെ എണ്ണം ഇൻക്രീസ് ചെയ്തു, റെസ്പോൺസിബിലിറ്റി കൂടി. പക്ഷേ ഈ റവന്യൂ കൂട്ടണം എന്നുണ്ടെങ്കിൽ അന്നുണ്ടായിരുന്ന എന്തായിരുന്നു, ഇക്ത സിസ്റ്റം ആണ്. ഓക്കെ, ആ ഇക്ത സിസ്റ്റം ആയിരുന്നു. അപ്പം ഇങ്ങേരുടെ റവന്യൂ കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രദേശങ്ങൾ വേണം അല്ലെ. ഉള്ള പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്തു, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇനി കൂടുതൽ പ്രദേശങ്ങൾ കൊടുക്കാനില്ല. അപ്പം എക്സിസ്റ്റിംഗ് പ്രദേശത്ത് നിന്ന് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, കൂടുതലായിട്ടുള്ള പണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ഇവർക്ക് 500 പേരെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ 100ന് പകരം ഇവര് 500 എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ചെറിയ പ്രദേശത്ത് നിന്ന് കളക്ട് ചെയ്യാൻ തുടങ്ങി. അതോട് കൂടിയിട്ട് ജനങ്ങളും എന്ത് ചെയ്തു, പ്രശ്നത്തിലായി. ഓക്കെ, അതിന് ജനങ്ങളും പ്രശ്നത്തിലായി. സോ ഈ ഒരു മിലിറ്ററി അല്ലെങ്കിൽ ഈ ഒരു ആർമി എക്സ്പാൻഷൻ ദാറ്റ് ഫൈനലി ലെഡ് ടു ദ ഡിസ്കണ്ടെന്റ്മെന്റ് എമംഗ് ദ പബ്ലിക്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഔറംഗസേബിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പബ്ലിക് സെന്റിമെന്റ് ഒക്കെ വളർന്നു വരുന്നത് ബിക്കോസ് ഓഫ് ഹിസ് ദിസ് എക്സ്പാൻഷനിസ്റ്റ് പോളിസി അല്ലെങ്കിൽ ഹിസ് പോളിസി ഓഫ് ദി കോൺക്വസ്റ്റ്. ഓക്കെ, സോ അതുകൊണ്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഒരു ഡൗൺഫോൾ ഒക്കെ ആരംഭിക്കുന്നത്. അപ്പം അത് ജസ്റ്റ് അവിടെ നിന്ന് ഓർത്ത് വെക്കുക, ദ കമ്പയറിംഗ് ദ പോളിസി ഓഫ് ദി അക്ബർ വേഴ്സസ് ഔറംഗസേബ്. അപ്പം മിലിറ്ററി പോളിസിയിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് ഇറ്റ് ആക്ച്വലി ലെഡ് ടു ദ ഡൗൺഫോൾ ഓഫ് ദി മുഗൾ എംപയർ ഇറ്റ് സെൽഫ്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഓക്കെ, ഹസ്ന ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. സോ അങ്ങനെ അക്ബറിന്റെയും അതുപോലെ തന്നെ ലൈക്ക് ഇവരുടെയൊക്കെ പോളിസികൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ അക്ബർ കഴിഞ്ഞു, ബാബർ. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ബാബർ എന്നായിരുന്നു. അപ്പൊ ബാബർ 1530 ആകുന്ന സമയത്ത് ബാബർ മരിക്കുന്നുണ്ട്. ബാബർ മരിച്ചതിന് ശേഷം ഹുമയൂൺ അധികാരത്തിലേക്ക് വരികയാണ്. ഹുമയൂൺ അധികാരത്തിൽ വന്നു. അങ്ങനെ 1530 മുതൽ ഒരു 1535 വരെയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിൽ അദ്ദേഹം ഭരിച്ചു. പക്ഷേ 1535 ഈ ഒരു കാലഘട്ടം ആയതോട് കൂടിയിട്ട് നമ്മുടെ ഇന്ത്യ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇന്ത്യ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ദിസ് ഇസ് ഡൽഹി. ഈ ബീഹാറിൽ ഒരു പുതിയ പവർ എമേർജ് ചെയ്യാണ്. ഓക്കെ, ദാറ്റ് ഇസ് ഷേർ ഖാൻ. അപ്പൊ ഇതൊക്കെ കുറെ കൂടെ ഡെപ്തിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറെ കൂടെ ഡെപ്തിലേക്ക് ഹിസ്റ്ററിയിൽ ഇറങ്ങണം.
അപ്പം ജസ്റ്റ് ഞാനൊന്ന് കോണ്ടെക്സ്റ്റിൽ പറയാൻ, ഇനി അഥവാ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് അങ്ങ് വിട്ട് കളഞ്ഞാൽ മതി. ഓക്കെ, അതിൽ ഒരുപാട് അറ്റൻഷൻ കൊടുക്കണ്ട. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, പല ആളുകൾ പല പ്രദേശത്ത് നിന്ന് ഇന്ത്യനെ ഓരോ കാലഘട്ടത്തിൽ ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ട്. ഇപ്പൊ ഡൽഹി ഭരിക്കുന്നത് മുഗൾസ് ആയിട്ടുള്ള മുഗൾസ് ആണ്. അപ്പൊ പണ്ട് കാലത്ത് ലോധി ഡൈനസ്റ്റി വന്നിട്ടുണ്ടായിരുന്നു, അവര് അഫ്ഗാനീസ് ആയിരുന്നു. ഈ ലോധി ഡൈനസ്റ്റിയുടെ കാലഘട്ടത്തില് ഈ ബീഹാർ പ്രദേശത്തുണ്ടായിരുന്ന ഒരു അഫ്ഗാനി പീപ്പിൾ, ഓക്കെ, അല്ലെങ്കിൽ ആ അഫ്ഗാനി വംശത്തിന്റെ പിന്തുടർച്ചയിൽ വരുന്ന ആളാണ് ഷേർഖാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ക്ലിയർ. ഓ, ഓക്കെ. അങ്ങനെ ഈ ഷേർഖാൻ എന്ത് ചെയ്തു? ഈ ഒരു 1535 ആകുന്ന സമയത്ത് ഹി ഈസ് ബിക്കമിങ് പവർഫുൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാത്തൻ സേവറിന്റെ കേസിൽ ഞാൻ പറഞ്ഞില്ലേ, 5000-ന് പകരം 50,000 ആളുകളെ അദ്ദേഹം ആർമിയാക്കി കഴിഞ്ഞാൽ ഹി വിൽ അറ്റാക്ക് ദ ഡൽഹി. ഓക്കെ, ഡൽഹിയിലുള്ള മുഗൾസിനെ തന്നെ അറ്റാക്ക് ചെയ്യും. ദാറ്റ് ഹാപ്പൻഡ് ഓവർ ഹിയർ. അങ്ങനെ ഈ ഷേർഖാൻ എന്ത് ചെയ്തു? ഹി ബിക്കം ലൈക്ക് സ്ലോലി ഹി ബിക്കം വെരി സ്ട്രോങ്. ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹം പോയിട്ട് എന്ത് ചെയ്തു? ഹുമയൂണിനെ തന്നെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ ഹുമയൂണിനെ അറ്റാക്ക് ചെയ്ത് ബൈ 1539 ഹി ഡിഫീറ്റഡ് ഹുമയൂൺ. ഓക്കെ, 1539 അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു യുദ്ധത്തില് പരാജയപ്പെടുത്തുന്നുണ്ട്. ആരെ? ഹുമയൂണിനെ തന്നെ പരാജയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 1539 ഷേർഖാൻ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, സോ അത് അദ്ദേഹത്തിന് ഏറ്റവും ഒരു വലിയ തിരിച്ചടിയായിരുന്നു ആ ഒരു യുദ്ധത്തോട് കൂടിയിട്ട്. ഓക്കെ, ആ ഒരു യുദ്ധത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ലൈക്ക് ടെറിട്ടറി വിട്ട് ഓടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് 1539 യുദ്ധം ഹുമയൂൺ എന്ത് ചെയ്തു? തോറ്റോടി. ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ഹുമയൂൺ എന്ത് ചെയ്യുന്നുണ്ട്? തോറ്റോടുന്നുണ്ട്. ഓക്കെ, അതോട് കൂടിയിട്ട് തന്റെ അധികാരം താൻ സ്ട്രോങ് ആണെന്ന് ഷേർഖാന് തോന്നുകയും അദ്ദേഹം തന്റെ പേര് മാറ്റി ഷേർഷാ സൂരി എന്നാക്കുന്നുണ്ട്. ഓക്കെ, ഷേർഷാ സൂരി. അപ്പൊ ഞാൻ നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ, ആ ഒരു സർക്കാർ പരഗ്ന സുബ, ആ ഒരു സാധനം പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൊണ്ടുവന്നത് ഷേർഷാ സൂരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ദാറ്റ് നെയിം. ആ പേര് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അങ്ങനെ 1539 ഹുമയൂണിനെ പരാജയപ്പെടുത്തിയിട്ട് ഷേർഷാ സൂരി ഡൽഹിയുടെ അധികാരം പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ 1540 മുതൽ പിന്നീട് 1555 വരെ, ഓക്കെ, ഒരു 15 വർഷക്കാലം സൂർ ഡൈനസ്റ്റിയാണ്. ഓക്കെ, ഷേർഷാ സൂരി സൂർ ഡൈനസ്റ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഭരിക്കുന്നത്. ഓക്കെ, ഡൽഹി ഭരിക്കുന്നത്. അപ്പൊ തലനാരിഴയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഹുമയൂൺ രക്ഷപ്പെടുന്നുണ്ട്. ഈ യുദ്ധത്തിന്റെ പേരും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ദാറ്റ് വാസ് ബാറ്റിൽ ഓഫ് ചൗസ. ഓക്കെ, ബാറ്റിൽ ഓഫ് ചൗസ. ഇന്നലെ നമ്മൾ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. നൗ ഇറ്റ് ഇസ് ബാറ്റിൽ ഓഫ് ചൗസ ദാറ്റ് എൻറ്റർഡ് ദ റൂൾ ഓഫ് ദ ഹുമയൂൺ. അങ്ങനെ 1540 വീണ്ടും ഹുമയൂൺ എന്ത് ചെയ്യുന്നുണ്ട്? യുദ്ധം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ബാറ്റിൽ ഓഫ് ചൗസയില് ഡൽഹി പിടിച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഹുമയൂണിനെ പരാജയപ്പെടുത്തി ഡൽഹി തനിക്ക് പിടിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ഷേർഷാ സൂരി എന്ത് ചെയ്യുന്നുണ്ട്? തെളിയിക്കുന്നുണ്ട്. ബട്ട് എനിവേ അഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹുമയൂണ് വീണ്ടും യുദ്ധത്തിന് വരികയാണ് 1540. ദാറ്റ് വാസ് ബാറ്റിൽ ഓഫ് കനൂജ്. ഓക്കെ, ബാറ്റിൽ ഓഫ് കനൂജ്. ഈ കനൂജിൽ ഈ ഒരു ബാറ്റിലും കൂടെ ആയതോട് കൂടിയിട്ട് കംപ്ലീറ്റ്ലി ഹുമയൂണിനെ പരാജയപ്പെടുത്തി ഹുമയൂൺ അവസാനം നാട് വിട്ട് ഇന്ത്യയുടെ പുറത്തേക്ക് ഓടുന്നുണ്ട്. ഓക്കെ, കുറച്ചു കാലം ലാഹോറിലെ, മുൾട്ടാനിലെ അങ്ങനെയൊക്കെ പിന്നീട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു ചെയ്തത്. അതിന്റെ ഇടയ്ക്കാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? അക്ബർ ജനിക്കുന്നത്. ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ 1545 സമയം കണ്ടാകുന്ന സമയത്താണ് അക്ബർ എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നത്. ഈ 1545 ഈ സമയമായപ്പോൾ ഷേർഷാ സൂരി മരിക്കുകയും ചെയ്തു. ഓക്കെ, ഷേർഷാ സൂരി മരിക്കുന്നത് ഒരു അപകടത്തില് ഈ ഗൺഫയർ, ഓക്കെ, അന്നത്തെ കാലത്ത് നമുക്ക് സേഫ് ആയിട്ട് ഗൺഫയർ ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യാനോ എന്നുള്ള സിസ്റ്റം മെക്കാനിസം ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ ഗൺഫയർ പൊട്ടിത്തെറിച്ചിട്ട് ഷേർഷാ സൂരി 1545 ആയിരുന്ന സമയത്ത് മരിക്കുന്നുണ്ട്. അറൌണ്ട് അതേ സമയത്ത് അക്ബർ ജനിക്കുന്നുണ്ട്. ഓക്കെ, കണക്ട് ചെയ്ത് പറഞ്ഞത് മാത്രം. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹം പിന്നെ ഒളിവിലാണ്. അങ്ങനെ ഷേർഷാ സൂരി 1545 മരിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ തലമുറയിൽപ്പെട്ട മറ്റാൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? സൂർ ഡൈനസ്റ്റിയുടെ പിൻതലമുറക്കാരായിട്ട് വരുന്നത്. അങ്ങനെ പിന്നീട് അവരാണ് ഡൽഹി ഭരിക്കുന്നത്. അങ്ങനെ കുറെ കാലം ഹുമയൂൺ അതിലെയും ഇതിലൊക്കെ തിരിഞ്ഞു നടന്നു. അദ്ദേഹം ഇന്ത്യയുടെ പുറത്ത് പോയി അദ്ദേഹത്തിന്റെ ആൻസിസ്റ്റേഴ്സിനെ ഒക്കെ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാബർ പുറത്തുനിന്ന് വന്നതാണ്. ആ ബാബറിന്റെ മകനാണല്ലോ ഹുമയൂൺ. അപ്പം അദ്ദേഹത്തിന്റെ ലൈക്ക് മുതുമുത്തച്ഛനെയും അദ്ദേഹത്തിന്റെ അങ്കിൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ട് അവിടുന്ന് ഒരു ആർമിയൊക്കെ ഉണ്ടാക്കിയിട്ട് നൗ ഹി ഈസ് കമ്മിങ് ബാക്ക്. 1555 തിരിച്ചു വന്നു. ഓക്കെ,
ഇപ്പൊ ഈ 1555 തിരിച്ചു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്ട്രോങ് റൂളർ ആയിട്ടുള്ള ഷേർഷാ സൂരി പോയിട്ടുണ്ട്. പിന്നെയുള്ളത് അദ്ദേഹത്തിന്റെ വീക്ക് ആയിട്ടുള്ള മക്കളാണ്. ആ മക്കളെ പരാജയപ്പെടുത്തി നൗ ഈസ് കമ്മിങ് ഇൻ ടു പവർ. അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു? ഹുമയൂൺ അധികാരത്തിലേക്ക് തിരിച്ചു വന്നു. 1555 അദ്ദേഹം അധികാരത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ 1556 അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ എന്തോ ബുക്കൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ കോണിയിൽ നിന്ന് വീണ് അദ്ദേഹം മരിച്ചു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഹുമയൂണിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം സിമ്പിൾ ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി പറയാറുള്ളത് ത്രൂ ഔട്ട് ദ ലൈഫ് ഹി ജംബിൾഡ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങനെ ചാടി ഒരു സ്ഥലത്ത് ഒരു സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റാതെ കുറെ അബദ്ധങ്ങളൊക്കെ പറ്റി അങ്ങനെ പോയിട്ടുള്ള ഒരാളാണ്. ഹി ജംബിൾഡ് ഹിസ് ലൈഫ് ത്രൂ ഔട്ട് ദ ലൈഫ് ഹി ജംബിൾഡ് ആൻഡ് ഫൈനലി ഹി ടംബിൾഡ് ഔട്ട് ഓഫ് ലൈഫ്. ഓക്കെ, കാല് തെറ്റിയിട്ട് ജീവിതത്തിന്റെ പുറത്തേക്കും പോയി. ഇങ്ങനെയാണ് പൊതുവെ ഹുമയൂണിനെ കുറിച്ച് പറയാറുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു കാല് തെറ്റി അദ്ദേഹം മരിച്ച് തിരിച്ചു പോവുകയും ചെയ്തു എന്നുള്ള രൂപത്തിലേക്ക്. സോ ദിസ് ഇസ് ദ ലൈഫ് ഓഫ് ദി ജഹാംഗീർ, ഹുമയൂൺ. അങ്ങനെ ഹുമയൂൺ മരിച്ചു. ഹുമയൂൺ മരിച്ചതോട് കൂടിയിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ അക്ബറിന് അധികാരത്തിലേക്ക് വരേണ്ടി വരുന്നു. ഓക്കെ, 1556 മുതൽ പിന്നീട് ഒരു 1605 വരെ വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പിന്നീട് അക്ബറാണ്. അതൊക്കെ നമ്മൾ ഇന്നലെ അവരുടെ ടൈം പീരീഡ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിന്റെ ഏകദേശം ഒരു 48-40 എങ്ങനെ എത്ര ഏജ് ആയിരുന്നു ആൾക്ക്? ആൾക്ക് 12-13 വളരെ ചെറിയ പ്രായമാണ്. ഓക്കെ, 1545 അറൗണ്ട് 12-13 1556 അല്ലേ, ലൈക്ക് അറൗണ്ട് 57 കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 12 വയസ്സ്. ഓക്കെ, 12-13 വയസ്സിൽ ഹി ബിക്കം റൂളർ. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അധികാരം ഏൽക്കേണ്ടി വന്നു. പിന്നെ അദ്ദേഹം ജനിച്ച അത്രയും കാലം അദ്ദേഹം അലഞ്ഞു നടക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അക്ഷരാഭ്യാസം, വിദ്യാഭ്യാസം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഹി വാസ് വെരി മച്ച് ഫോണ്ട് ഓഫ് ദി നോളജ്. എങ്ങനെയും നോളജ് ഉണ്ടാക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഗ്രേറ്റ് അക്ബർ. ഈ അക്ബറിനെ ഓൾമോസ്റ്റ് ലൈക്ക് എല്ലാ സമയത്തും നമ്മൾ കമ്പയർ ചെയ്യുന്നത്, വി ആർ കമ്പയറിംഗ് അക്ബർ വിത്ത് അശോക. ഓക്കെ, ബിക്കോസ് ഓഫ് വൺ ഡോമിനന്റ് റീസൺ. അവിടെ ഒരു മേജർ റീസൺ വരുന്നുണ്ട്. കാരണം അശോക ചക്രവർത്തിയുടെ ഒരു പോളിസി ഉണ്ടായിരുന്നു, ധമ്മ പോളിസി. ഓക്കെ, അശോകാസ് ധമ്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എങ്ങനെ ഒരു മിനിറ്റ്. ഓക്കെ ഹസന ഇതുവരെ ലൈക്ക് എടുത്ത കാര്യമൊക്കെ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ലൈക്ക് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ പറയണം. അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. അതായത് ലൈക്ക് അവിടെ എന്തെങ്കിലും ഗ്ലിച്ച് ഒന്നും ഇല്ലാതെ പ്രോപ്പർ ആയിട്ട് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. കാരണം നിങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് പല സമയത്തും ഗ്ലിച്ച് വരുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഹലോ ഹസ്ന, ഞാൻ പറയുന്നത് ലൈക്ക് പ്രത്യേകിച്ച് ഗ്ലിച്ച് ഒന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഫൈൻ. ഇപ്പൊ കേൾക്കുന്നുണ്ട്. മറ്റേത് ലൈക്ക് നിങ്ങൾ പറയുന്ന പലതും എനിക്ക് മുറിഞ്ഞാണ് ചിലപ്പോൾ കേൾക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഓക്കെ. ഇനി ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും മുറിഞ്ഞു അങ്ങനെ എന്തെങ്കിലും കേൾക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അറ്റ്ലീസ്റ്റ് ചാറ്റിൽ എന്ത് ചെയ്യാം, ഓഡിയോ നോട്ട് ക്ലിയർ എന്നുള്ളത് അപ്പൊ തന്നെ മെൻഷൻ ചെയ്യാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അറ്റ്ലീസ്റ്റ് ചാറ്റിലൂടെ എന്ത് ചെയ്യണം, അത് പറയണം. ഓക്കെ ഓക്കെ ഫൈൻ. സോ ഏതായാലും ലൈക്ക് വരുന്നവരെ നമുക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്ത ഒരു ഹിസ്റ്റോറിക്കൽ സാധനം ജസ്റ്റ് ഒന്നും പറയാം. അതിപ്പം ഇന്ത്യയുടെ കേസിൽ ഉണ്ടായിരുന്ന, ഓക്കെ ഇത് ജസ്റ്റ് ഹസ്നയ്ക്ക് വേണ്ടിയിട്ട് പറയണം. അപ്പം ഇന്ത്യയുടെ കേസിൽ നമുക്കൊരു ഫസ്റ്റ് സിവിലൈസേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ ആയിരുന്നു. ആ ഹാരപ്പൻ സിവിലൈസേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുന്നത് വേദിക് സൊസൈറ്റിയാണ്. ഓക്കെ, ആ വേദിക് സൊസൈറ്റി കഴിഞ്ഞ് പിന്നീട് ഇന്ത്യയുടെ ഒരു മേജർ ഫേസ് എന്ന് പറയുന്നത് മൗര്യാസ് ആയിരുന്നു. മൗര്യാസ് കഴിഞ്ഞ് പിന്നെ മേജറായിട്ട് വന്ന ഒരു ഫേസ് ഗുപ്ത ഡൈനസ്റ്റിയാണ്. ആ ഗുപ്ത ഡൈനസ്റ്റി കഴിഞ്ഞിട്ട് പിന്നീട് കുറെ ലൈക്ക് സ്മാളർ രാജ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നീട് മേജറായിട്ട് നമുക്ക് വരുന്നത് ഡൽഹി സുൽത്താനേറ്റ്സ്. അത് കഴിഞ്ഞ് മേജറായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ് മുഗൾസ്. പിന്നീട് വരുന്നത് ബ്രിട്ടീഷേഴ്സ്. സോ അങ്ങനെയാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ചാർട്ട് വരുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ ഡിസ്കഷൻ ഇപ്പം ഇവിടെ എത്തി നിൽക്കുന്നത്. ഇതിനു മുമ്പുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം ഹിസ്റ്ററിയുടെ. ഓക്കെ ഓക്കെ, അല്ല ഇത് ഞാൻ ജസ്റ്റ് ഹസ്നയ്ക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തതായിരുന്നു. ഇനി ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ഇൻ ടു ദ ഡിസ്കഷൻ.
അപ്പം ഈ ഒരു അശോകയുടെ കേസ് അശോകാസ് ഡമ്മ, ഇതിനെ അക്ബറിന്റെ സുൽഹി കുൽ, ഓക്കെ, അശോകയുടെ ദമ്മയെ നമ്മൾ പരസ്പരം കമ്പയർ ചെയ്യാറില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ കമ്പയർ ചെയ്യാറുള്ളത് സുൽഹി കുല്ലുമായിട്ടാണ്. ഓക്കെ, സുൽഹി കുൽ, അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേര് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ദീൻ ഇ ഇലാഹി. ഓക്കെ, ദീൻ ഇ ഇലാഹി. അപ്പം ഈ രണ്ട് സാധനങ്ങളും വെച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കമ്പാരിസൺസ് നടത്താറുള്ളത്. ഓക്കെ, ലെറ്റ് മീ റൈസ് ദിസ് ആൻഡ് ഷോ യു. അതായത് അക്ബറിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഈ രണ്ട് പേരും ഒന്ന് ഓർത്ത് വെക്കുക, സുൽ ഹി കുൽ, ഓക്കെ, അല്ലെങ്കിൽ ദീൻ എ ഇലാഹി. ദെൻ അശോകയുടെ കേസിൽ വരുന്ന സമയത്ത് ധമ്മ. ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ടും ഇതിന്റെ സിമിലാരിറ്റീസും ഡിഫറൻസസും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ടൊക്കെയാണ് UPSC മെയിൻസ് എക്സാമിനേഷന്റെ നമ്മൾ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം രണ്ടും എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഒരു പുതിയ രൂപത്തിലേക്ക് സൊസൈറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ സുൽഹി കുൽ എന്ന് പറയുന്ന സമയത്ത് പീസ് ഫോർ ആൾ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ പീസ്, ഓക്കെ, ഇതൊക്കെയാണ് സുൽഹി കുൽ എന്നതിന്റെ അർത്ഥം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ദീൻ ഇ ഇലാഹി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പഠിച്ച, അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള ഓരോ റിലീജിയനിൽ നിന്നുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അദ്ദേഹം ഒരു പുതിയ മതം, അല്ലെങ്കിൽ ഒരു പുതിയ റിലീജിയസ് തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. ലൈക്ക് ഹിന്ദു റിലീജിയനിൽ നിന്ന്, ഇസ്ലാമിക് റിലീജിയനിൽ നിന്ന്, ക്രിസ്ത്യൻ റിലീജിയനിൽ നിന്ന്, ബുദ്ധിസത്തിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും നല്ല കാര്യങ്ങൾ മാത്രം എടുത്ത് ഹി ക്രിയേറ്റഡ് ദിസ് ദീൻ ഇ ഇലാഹി. ഓക്കെ, അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു തോട്ടാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഫോർ ദ കൺസെപ്റ്റ് ഓഫ് ദി സുൽ ഇ കുൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ യൂണിവേഴ്സൽ പീസ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഒരു സമാധാനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അശോക കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് ധമ്മ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ധമ്മ മഹാമാത്രാസിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കമ്പാരിസൺ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അക്ബറുമായിട്ട് ബന്ധപ്പെട്ട ഈ സുൽഹി കുല്ല് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, സോ യു ഹാവ് ടു റിമെമ്പർ സുൽഹി കുൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. അപ്പം അക്ബറിനെ കുറിച്ചിട്ടുള്ള ഒരു മേജർ കാര്യം നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഇതല്ലാതെ അക്ബറിന്റെ ചില കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അപ്പൊ അക്ബറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ ഫസ്റ്റ് വരുന്നത് ഫത്തേപൂർ സിക്രിയാണ്. ഓക്കെ, ഫത്തേപൂർ സിക്രി. ഈ ഒരു ടൗൺ, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ, ഒരു സിറ്റി, അത് ഡെവലപ്പ് ചെയ്യുന്നത് അക്ബറാണ്, ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഡൽഹിയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഒരു സിറ്റി, അല്ലെങ്കിൽ ഡൽഹിയുടെ ഒരു സെൻട്രൽ ഏരിയ തന്നെയാണ് ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആഗ്ര ഫോർട്ട്. ഇതും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അക്ബർ തന്നെയാണ്. ഓക്കെ, സോ ദ ആഗ്ര ഫോർട്ട് ഇസ് ആൾസോ കൺസ്ട്രക്റ്റഡ് ബൈ, അല്ലെങ്കിൽ ഡ്യൂറിങ് ദ ടൈം ഓഫ് ദി അക്ബർ ആണ്. ഓക്കെ, ഇനി ഈ ഫത്തേപൂർ സിക്രിയിൽ തന്നെ നിലനിൽക്കുന്ന മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഫത്തേപൂർ സിക്രിയുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു പഞ്ച് മഹൽ ഉണ്ട്. ഓക്കെ, ഫത്തേപൂർ സിക്രിയുടെ ഉള്ളിലുള്ള പഞ്ച് മഹൽ, അതും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അക്ബർ ആണ്. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങൾ അക്ബറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചില കൺസ്ട്രക്ഷൻസ് കാര്യങ്ങൾ, അതും കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ അക്ബറുമായിട്ട് പ്രധാനപ്പെട്ടതാണ്, അത് യു ഹാവ് ടു റിമെമ്പർ. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് അതൊന്ന് പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഗുഡ്. അപ്പം ഐ തിങ്ക് ലൈക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡിസ്കഷൻ ഓഫ് ദ ചാപ്റ്റർ നോക്കാം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത്. ഞാൻ കുറച്ചുകൂടി ഡെപ്തിലേക്ക്, ആസ് യൂഷ്വൽ കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ മുഗൾസിനെ കുറിച്ചിട്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലൈക്ക് മുഗൾസ് എങ്ങനെയാണ്, എവിടെ നിന്നാണ് വരുന്നത്, അവരുടെ കിങ്ഡം, ഹൗ ദേ എക്സ്പാൻഡഡ് ഫ്രം ആഗ്ര ആൻഡ് ഡൽഹി, അവരെങ്ങനെയാണ് കീഴടക്കുന്നത്, ഓക്കെ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. Then the Prime Minister is addressing the India during the independence from the Red Fort. Okay, അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് മുഗൾ എംപറേഴ്സ് ആണ് പറയുന്നുണ്ട്. ആൻഡ് ദ ഇമേജ് ഇസ് ഗിവൺ ഓവർ ഹിയർ. ദെൻ മുഗൾസ് ആരാണ് എന്നുള്ളത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഹു ആർ ദ മുഗൾസ്, ആ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ സീ ദിസ്. അപ്പൊ ഇവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചെങ്കിസ് ഖാന്റെയും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ചെങ്കിസ് ഖാൻ, അതുപോലെ ലൈക്ക് തൈമൂർ,
ഓക്കെ, ആ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. യു ക്യാൻ റീഡ് അബൌട്ട് ഇറ്റ്. തിമൂറിഡ് ആൻസിസ്റ്റേറിന് അവർ ഫേവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നു. ദെൻ ദ മുഗൾ മിലിറ്ററി ക്യാമ്പയിൻസിനെ കുറിച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി വാസ് ഓൺലി 12 years, 12 വയസ്സായ സമയത്ത് ഹി ബിക്കം ദി റൂളർ. ഓക്കെ, സോ ഇറ്റ് വാസ് അബൌട്ട്. സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട് സർ. സ്ക്രീൻ So, അങ്ങനെ ഷെയർ കാണിക്കുന്നു. എങ്ങനെ? ഇപ്പൊ കാണുന്നു. ദെൻ മുഗൾ മിലിറ്ററി ക്യാമ്പയിൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈവൻ ദി ബാബർ, ഓക്കെ, ബാബർ എന്ത് ചെയ്തിട്ടുണ്ട്? അറൌണ്ട് ഒരു 12 വയസ്സായ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഹീസ് ബിക്കമിങ് ഓർ ഹീസ് കമ്മിങ് ഇൻ ടു ദി പവർ. 12 വയസ്സായ സമയത്ത്. ദെൻ ആഫ്റ്റർവേർഡ്സ് അതിന്റെ ഒരു എക്സ്പാൻഷൻ കാര്യങ്ങൾ, ആദ്യം കാബൂൾ പിടിച്ചെടുക്കുന്നുണ്ട് 1526 സമയത്ത്. ഈ ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി, പാനിപ്പത്ത്, ആൻഡ് ഫൈനലി ക്യാപ്ചറിങ് ദ ഡൽഹി. ദെൻ ഫൈനലി അതിനുശേഷം ഫ്രം ദി അക്ബർ ടു ദി ഔറംഗസേബ് ഏതൊക്കെ പ്രദേശങ്ങൾ ഏതൊക്കെ സമയത്താണ് പിന്നീട് പിടിച്ചെടുക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണാം. ചിറ്റൂർ, ഓക്കെ, സോ ഇതൊക്കെ രജപുത് കോൺഫിഡൻസിൽ വരുന്ന ഏരിയ ആണ്. ചിറ്റൂർ, ഗുജറാത്ത്, മാൾവ റീജിയൻ, രണതംബോർ. അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പിടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ രജപുത് കോൺഫിഡൻസിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മുഗൾ റൂൾ അല്ലെങ്കിൽ ബാബർ വന്നതോട് കൂടിയിട്ട് ഈ പറയുന്ന രജപുത് കോൺഫിഡറൻസി ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് എന്ന് പറയാനുള്ള ഒരു കാരണം അതായിരുന്നു. ദെൻ മുഗൾസിന്റെ ഈ ഒരു സക്സഷൻ ട്രഡീഷൻസ് എന്തൊക്കെയായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രൈമോജെനിറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ ലൈക്ക് കോ പാർസണൽ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ലൈക്ക് ദ മുഗൾ റിലേഷൻ വിത്ത് അതർ റൂളേഴ്സ് എങ്ങനെയായിരുന്നു? പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിരുന്നു ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. ഡ്യൂറിങ് ദി ടൈം ഓഫ് ദി അക്ബർ എങ്ങനെയായിരുന്നു എന്നുള്ളതും പിന്നീട് അതെങ്ങനെയാണെന്നുള്ളതും. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ലൈക്ക് വൺസ് ഡിഫീറ്റഡ് ദേ വർ ലൈക്ക് ഹോണർലി ട്രീറ്റഡ്, ആ ഒരു കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. യു ക്യാൻ റീഡ് അബൌട്ട് ഇറ്റ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്ത സാത്ത് ആൻഡ് സേവർ, ആ ഒരു സിസ്റ്റത്തിനെ പൊതുവായിട്ട് പറയുന്ന പേരാണ് മാൻസബ്ദാർസ് എന്ന് പറയുന്നത്. മാൻസബ്ദാരി സിസ്റ്റം. ഈ മാൻസബ്ദാരി സിസ്റ്റം പ്രകാരമാണ് സാത്ത് ആൻഡ് സേവർ എന്ത് ചെയ്യുന്നത്? ഒരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സാത്ത് ആൻഡ് സേവർ അസൈൻഡ്, ആ ഈ ഒരു അസൈൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു എൻ്റെ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് മാൻസബ്ദാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സിസ്റ്റം. പോലീസ് സിസ്റ്റം എന്നുള്ളത് അതിന്റെ പേരാണ്. ആ പോലീസ് സിസ്റ്റത്തിനാണ് എന്ത് ചെയ്യുന്നത്? SI CI ഈ ഓരോ ഡിവിഷനും, SIക്ക് ഓരോ എന്ത് പറയുന്നത് സാലറി ഡിവിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ SIയുടെ പൊസിഷൻ സാത്ത് എന്ന് പറയും, അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള ആൾക്കാരുടെ ലൈക്ക് സേവർ എന്ന് പറയും. അപ്പൊ ഇതിനെ പൊതുവായിട്ട് പറയുന്ന പേര് പോലീസ് സിസ്റ്റം. അതേപോലെ സാത്ത്, സേവർ, അതിന് പൊതുവായിട്ട് മാൻസബ്ദാർസ് എന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. സോ ആ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. യു ഹാവ് ടു റീഡ് അബൌട്ട് ഇറ്റ്. ഇവിടെ തന്നെ ജാഗിർദാർ സാറാണ്, മുക്തി സാറാണ്. ഓക്കെ, സോ ഇത് ഇക്ത സിസ്റ്റം തന്നെയാണെന്നുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, സംവാട്ട് ലൈക്ക് ദ ഇക്ത സിസ്റ്റം. അതുകൊണ്ടാണ് ഞാൻ കമ്പയർ ചെയ്ത് തന്നെ പറഞ്ഞത്. അപ്പൊ ആ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. യു ഹാവ് ടു റീഡ് അബൌട്ട് ഇറ്റ്. ദെൻ അക്ബറുടെ കാലഘട്ടത്തിൽ ഹി കെയർഫുള്ളി അസസ്ഡ് ദ ലാൻഡ്. എന്നിട്ട് എന്ത് ചെയ്തു? ദ റവന്യൂ വെർ റഫ്ലി ഈക്വൽ ടു ദ സാലറി ഓഫ് ദി മാൻസബ്ദാർ. അപ്പൊ ആ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 എന്നുള്ള രൂപത്തിൽ തന്നെയായിരുന്നു. ബട്ട് ഔറംഗസേബിന്റെ കാലഘട്ടം ആയതോടുകൂടി അതിൽ ചില ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ആക്ച്വലി ലെഡ് ടു ആൻഡ് ഫൈനലി ഹി വാസ് ലൈക്ക് അൺഎബിൾ ടു കൺട്രോൾ ദിസ് ഡെവലപ്മെന്റ്സ്. അതൊരു മുഗൾസിന്റെ തന്നെ ഒരു ഡൗൺഫാളിലേക്കൊക്കെ അത് ലീഡ് ചെയ്യുന്നുണ്ട്. ദെൻ സബ്ത് ആൻഡ് ജമീന്ദാർസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ജമീന്ദാർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലാൻഡ് ലോഡ്സ് അല്ലെങ്കിൽ ലോക്കൽ ചീഫ്റ്റിയൻസിനെ പറയുന്ന പേരാണ്. അപ്പം അവരിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റവന്യൂ കളക്ട് ചെയ്യുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവരെ ചീഫ്റ്റിയൻസ് ആയിട്ട് തന്നെ തുടരാൻ അനുവദിച്ചു. അവരിൽ നിന്ന് എന്ത് ചെയ്യണം? അവരൊരു ചുങ്കം രാജാവിന് കൊടുക്കണം. ആൻഡ് ജമീന്ദാർ ഹാഡ് ദ കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദ ലാൻഡ് അണ്ടർ ഹിം. അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള ലാൻഡിൽ അദ്ദേഹത്തിന് തന്നെയായിരുന്നു കൺട്രോൾ ഉണ്ടായിരുന്നത്. ഈ ജമീന്ദാർക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകനോ അല്ലെങ്കിൽ അദ്ദേഹം തീരുമാനിക്കുന്ന ആരാണോ അയാൾക്ക് ഹെറിഡിറ്ററി ആയിട്ട് അത് കൊടുക്കാൻ പറ്റും. ബട്ട് അങ്ങനെ കൊടുക്കുന്ന സമയത്തും ഇദ്ദേഹത്തിനുള്ള ചുങ്കം, രാജാവിനുള്ള ചുങ്കം അല്ലെങ്കിൽ നികുതി കൃത്യമായിട്ട് കൊടുക്കണം. സോ അതായിരുന്നു ജമീന്ദാർ എന്ന് പറയുന്നത്. ദെൻ അക്ബറിന്റെ മന്ത്രി ഉണ്ടായിരുന്നു തോഡർമാൾ. അദ്ദേഹമായിരുന്നു ഈ പറയുന്ന ക്രോപ്പ് സർവേ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അക്കോർഡിംഗ്ലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ലാൻഡ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ആ ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റത്തിന് പറയുന്ന പേരായിരുന്നു സബദ്. ഈ സബദിന്റെ അണ്ടറിലായിരുന്നു നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പൊളജ്, ഓക്കെ, അതേപോലെ പരൗദി, ഛാജർ, ബഞ്ചർ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിസ്റ്റത്തിന്റെ അണ്ടറിലായിരുന്നു. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. Then finally, this peasant revolt challenged the stability of the Mughal Empire in the 1707. അപ്പൊ അതിന് കാരണം എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ പോളിസി ഓഫ് ദി ഔറംഗസേബ്. അപ്പൊ സ്വാഭാവികമായിട്ടും ജാഗിർദാർസ് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാൻസബ്ദാർസ്, സോ ദേ കളക്ടഡ് മോർ റവന്യൂ.
അതായത് 100 കളക്ട് ചെയ്യേണ്ട സ്ഥലത്ത് നിന്ന് 500 കളക്ട് ചെയ്തു. ദാറ്റ് ഫൈനലി ലെഡ് ടു ദിസ് കൈൻഡ്സ് ഓഫ് റിവോൾട്ട്. ഇവരുടെ കാലഘട്ടത്തിൽ ഓക്കെ ഈ രാജാക്കന്മാരുടെ അക്ബറിന്റെയും അതുപോലെ മുഗൾസിന്റെ കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകൾ, അവരുടെ പേരുകളിൽ ഇത്തരത്തിലുള്ള പ്രശസ്തികൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ബുക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അക്ബറിന്റെ അക്ബർനാമ അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിയില്ല. ബിക്കോസ് ഓഫ് ദാറ്റ് അത് എഴുതിയത് അബുൽ ഫസലാണ്. ആൻഡ് ഹി സബ്മിറ്റഡ് ദിസ് ടു അക്ബർ. ഈ അക്ബർനാമയിലെ 3ാമത്തെ അധ്യായമാണ് ഐനി അക്ബരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3ാമത്തെ വോളിയമാണ് ഐനി അക്ബരി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഐനി അക്ബരി ഡെൽറ്റ് വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഡീൽ ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ ആണ് ഐനി അക്ബരി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐനി അക്ബരി ഡെൽറ്റ് വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ. അതിന്റെ ഫസ്റ്റ് 2 വോളിയം എന്ന് പറയുന്നത്, ഒന്നാമത്തെ വോളിയം ഇറ്റ് ഡെൽറ്റ് വിത്ത് ദ ആൻസിസ്ട്രി, ഫസ്റ്റ് വോളിയം ഡെൽറ്റ് വിത്ത് ദ ആൻസിസ്റ്റേഴ്സ്. രണ്ടാമത്തത് അക്ബറിന്റെ ഭരണത്തിനെ കുറിച്ച് തന്നെ ഉള്ള റെക്കോർഡായിരുന്നു. 3ാമത്തെ വോളിയം ആയിട്ടുള്ള ഐനി അക്ബരിയിലാണ് അക്ബറിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ദെൻ ഡെഫിനറ്റ്ലി നൂർജഹാൻ. ഓക്കെ, നൂർജഹാൻ ഇൻഫ്ലുവൻസ് എടുത്ത ജഹാംഗീർ. ജഹാംഗീറിന്റെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നത് നൂർജഹാൻ ആയിരുന്നു. അപ്പം ആ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. യു ക്യാൻ റീഡ് അബൌട്ട് ഇറ്റ്. സോ ദാറ്റ്സ് റിഗാർഡിങ് ഇറ്റ്. ഓക്കെ, അതുകൊണ്ടായിരുന്നു ആ ജഹാംഗീറിന് അത്രത്തോളം ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ് നൂർജഹാൻ എന്ന പേരൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ദെൻ സുൽഹിക്കുലിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. യു ക്യാൻ റീഡ് അബൌട്ട് ഇറ്റ്. സുൽഹിക്കുൽ എന്താന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് സുൽഹിക്കുൽ എന്താന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫൈനലി ദ മുഗൾ എംപയർ 17th century ആൻഡ് ദി ആഫ്റ്റർവേർഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇറ്റ് ഡിക്ലൈൻ. ഓക്കെ, അത് കംപ്ലീറ്റ്ലി ഡിക്ലൈൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ, എസ്പെഷ്യലി ലൈക്ക് ഷാജഹാൻസ് കാലഘട്ടം അതിനുശേഷം ആവുന്നതോട് കൂടിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു മാൻസബ്ദാർ, അവരുടെ ലൈക്ക് നമ്പേഴ്സ്, അതിന്റെ ഷെയർ. ഓക്കെ, അതായത് 5.6%, ഒരു സൈന്യത്തിലെ 5.6% വരുന്ന മാൻസബ്ദാർ ആയിരുന്നു 61% റവന്യൂ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സൈന്യത്തിന്റെ ഉള്ളിൽ തന്നെ ചില അമർഷം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി സൈന്യത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു കോപ്പറേഷൻ ഒന്നും വരാതിരിക്കുകയും ആൻഡ് ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കറപ്ഷനിലേക്കൊക്കെ ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ ഡൗൺഫാൾ ഓഫ് ദി മുഗൾസ് ലെഡ് ടു ദി എമർജൻസ് ഓഫ് ദ ഹൈദരാബാദ്, അവധ് ഇതുപോലുള്ള പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള പലവരുടെയും ഉയർച്ചയിലേക്കും ഇതെന്ത് ചെയ്യുന്നുണ്ട്? കാരണമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഗോ ത്രൂ ദിസ് ചാപ്റ്റർ, ഓരോന്നും പ്രത്യേകമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെ ലൈക്ക് സാധാരണ എല്ലാവരും കമ്പയർ ചെയ്ത് പറയാനുള്ള ലൈക്ക് ഒരു ജനറൽ ഒരു തമാശ രൂപത്തിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഐ ലൈക്ക് ഹുമയൂൺ ടോം മോർ ദാൻ താജ്മഹൽ. ഓക്കെ, ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാം? ഹുമയൂൺ ടോം, അതായത് ആണുങ്ങളെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ ലൈക്ക് ഹുമയൂൺ ടോം ഇസ് ലൈക്ക് മോർ ബ്യൂട്ടിഫുൾ ദാൻ താജ്മഹൽ എന്ന് പറയാറുണ്ട്. സോ വൈ? എന്തെങ്കിലും കാരണം അറിയാം എന്തുകൊണ്ടാണ് ഹുമയൂൺ ടോം കൺസിഡർഡ് ബെറ്റർ? ഹസ്ന, എനി ഐഡിയ? അറിയില്ല സർ. ഓക്കെ, സോ ലൈക്ക് അതായത് ഹിസ്റ്ററി ആയിട്ടോ അല്ലെങ്കിൽ UPSC പെർസ്പെക്റ്റീവിലോ ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ജനറലി പറയാറുള്ളതാണ്. ബട്ട് UPSC പെർസ്പെക്റ്റീവിൽ ആവശ്യമുള്ള ഒരു കാര്യം, ഈ ഒരു ഹുമയൂൺ ടോംബാണ് താജ്മഹലിനൊക്കെ മാതൃകയായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ആർക്കിടെക്ചർ മാതൃകയായിട്ട് എടുത്തിട്ടുള്ളത്. ബട്ട് ഇത് തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹുമയൂൺ ടോംബ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിഡോ ആയിട്ടുള്ള വൈഫ് ഹസ്ബൻഡിന് വേണ്ടി നിർമ്മിച്ചതാണ്. ഇത് ഹസ്ബൻഡ് വൈഫിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഓക്കെ, സോ വി പ്രിഫർ ദിസ്. ആ ഒരു അർത്ഥത്തിൽ ജനറലി പറയുന്ന ഒരു കാര്യമാണ്. സോ ഹുമയൂൺ ടോംബ് വേഴ്സസ് താജ്മഹൽ, ജസ്റ്റ് ഒരു കമ്പാരിസൺ പറഞ്ഞത് മാത്രം, സോ ദാറ്റ് യു വോണ്ട് ഫോർഗെറ്റ്. സോ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം ഈ ഒരു ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിക്കുക, ഓരോ കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓരോ റൂളേഴ്സിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള മേജർ ചേഞ്ചസ് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് സെപ്പറേറ്റ് സ്പെസിഫിക് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, കാണിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയും ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മേജർ ആയിട്ട് ചെയ്യേണ്ടത്.